വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ വിജയകുമാർ ആണെങ്കിൽ ഈ മധുശ്രീയെ റോഡിൽ വെച്ച് കണ്ട സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം സിഗരറ്റ് എടുത്ത് ഇങ്ങനെ വെച്ച ശേഷം പോലീസുകാരനോട് ലൈറ്റർ ചോദിക്കുകയാണ്. ലൈറ്റർ ഒന്നും ഇല്ല മാഡം എന്ന് പറയുമ്പോൾ താനൊക്കെ പിന്നെ എന്തിനാണോ നടക്കുന്നതെന്നും പറഞ്ഞ് പോലീസുകാരോട് മധുശ്രീ കയർക്കുന്നുണ്ട്. അന്നേരം മാഡം പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ ഈ കോൺസ്റ്റബിൾ സുനിത പറയുകയാണ്, നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, കള്ള് നാറുന്നു എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫോറിൻ സാധനമാണ് ഞാൻ കുടിച്ചേടിയെന്നും പറഞ്ഞ് അവരോടൊക്കെ ഈ മധുശ്രീ ആണെങ്കിൽ അങ്ങോട്ട് കയർക്കുകയാണ്. അന്നേരം ഈ പോലീസുകാരന് ആകെ ഇങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇൻസ്പെക്ടർക്ക് കൈയൊക്കെ ഇങ്ങോട്ട് ചുരുട്ടി പിടിക്കുകയാണ്. അന്നേരം എന്നെക്കുറിച്ച് എന്താണെന്ന് അവർക്ക് കൂടി പറഞ്ഞു കൊടുത്തേക്കണം, നിന്റെ സദാചാരം ഒന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ മോശമായ രീതിയിലേക്ക് മധുശ്രീ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം കേട്ടോടാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ എടീന്നിങ്ങനെ ഇൻസ്പെക്ടർ വിളിക്കുകയാണ്. എന്നിട്ട് ഈ മധുശ്രീ അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോൾ ആ കൈ മധുശ്രീ തടയുകയാണ്. എന്നിട്ട് പറയണേ, നിന്റെ നാവ് മാത്രമല്ല കൈയും ചൊറിയുന്നുണ്ടല്ലേ, പക്ഷേ ഇത് പെണ്ണാണ് മധുശ്രീ, പേര് ഓർമ്മിച്ച് വെച്ചോളണം, നിനക്ക് പെൺകേസിൽ അകത്ത് കിടക്കണോ, പൂട്ടിയും പ്രാരാധവും ഒക്കെ ഉള്ളതല്ലേ, പേരിൽ മാത്രമേ സ്ത്രീ ഉള്ളൂ, തൊട്ടാൽ തീയാണ് പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോടാന്നൊക്കെ പറഞ്ഞിട്ട് കൈക്ക് ഇങ്ങനെ അങ്ങ് മാറ്റി എറിയുകയാണ്. തുടർന്ന് കാറിൽ കയറി ഈ മധുശ്രീ പോവുകയാണ്. അന്നേരം പിന്നെ പോലീസുകാരവിടെ നിസ്സഹായമായിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ഈ സംഭവം വിജയകുമാർ ഓർക്കുന്നതാണ്. തുടർന്ന് സുസ്മിതയുടെ കയ്യിലേക്ക് മധുശ്രീയുടെ ഫോട്ടോ നോക്കിയിട്ട് അങ്ങ് തിരികെ കൊടുക്കുകയാണ്. ഇതുപോലൊരു കൊലച്ചതിയ വിഷ്ണു കുഞ്ഞിൻ്റെ തലയിൽ കെട്ടിവെക്കാനായിട്ട് പറ്റില്ല, എന്തിനാ ഞാൻ നിന്നെ കൂട്ടു നിൽക്കുന്നതെന്നും പറഞ്ഞ് അങ്ങ് കൈ ഒഴിയുകയാണ് ആദ്യം വിജയകുമാർ. അന്നേരം നിങ്ങൾക്ക് വിജയകുമാറിന് മധുശ്രീയെക്കുറിച്ച് മുൻ ചരിത്രം അറിയാമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ മതി, പിന്നെ കാത്തു നിന്ന് പെണ്ണിനെയും ചെറുക്കനെ ഒക്കെ കൊണ്ടുവന്ന് കിട്ടിയാൽ എന്താണ് കിട്ടുന്നത്, അതിൻ്റെ ഇരട്ടി തുക കീശയിൽ അങ്ങോട്ട് വച്ചു തരും എന്നിങ്ങനെ പറയുമ്പോൾ വിജയകുമാർ സന്തോഷമാവുകയാണ്. അന്നേരം കെട്ട് കഴിയുന്ന പിറ്റേ ദിവസം കാശ് തരൂ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല, കെട്ട് കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും അവിടെ ഇറങ്ങുമ്പോൾ തന്നെ തരണം എന്ന് പറയുകയാണ്. തുടർന്ന് ആ വിവാഹാലോചനയുമായിട്ട് സത്യഭാമയുടെ വീട്ടിലേക്ക് വിജയകുമാർ പോകാമെന്ന് സുസ്മിതയോട് സമ്മതിക്കുകയാണ്. സുസ്മിത വലിയൊരു തുകയും വിജയകുമാറിന് ഓഫർ ചെയ്യുന്നുണ്ട്. അന്നേരം തുടർന്ന് സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇനി കളി മാറാൻ പോവുകയാണ് ശാലിനി, ഇതിനേക്കാൾ തറയായ ഒരു പെണ്ണിനെ എൻ്റെ വിഷ്ണുവിന് കിട്ടാനില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിജയകുമാറും മനസ്സിൽ കരുതുകയാണ്, നിന്നെ ഇത്ര തറ വേല കാണിക്കുന്ന നിന്നേക്കാൾ തറയായ വേറെ ഏതൊരു പെണ്ണാടി ഉള്ളതെന്ന് വിജയകുമാർ മനസ്സിൽ കരുതുകയാണ്. അതായത് എന്താ ആലോചിച്ചതെന്ന് സുസ്മിത ചോദിക്കുമ്പോൾ അല്ല കല്യാണം എങ്ങനെ നടത്താമെന്ന് ആലോചിച്ചതാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശാലിനിയാണെങ്കിൽ ശാലിനിയും അനുപല്ലവിയും കൂടി കാറിലിങ്ങനെ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. എന്താ നേരത്തെ ഇറങ്ങിയതെന്നൊക്കെ അനുപല്ലവി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, പേഴ്സണൽ മാറ്റേഴ്സ് ഒന്നും ഇല്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് ശ്യാമയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. ഒളിച്ചും പാത്തുമൊക്കെ ആരും കാണാതെയൊക്കെയാണ് ശ്യാമ ഫോൺ ചെയ്യുന്നത്. അന്നേരം ഫോൺ വൈബ്രേഷൻ അടിക്കുമ്പോൾ പിന്നെ ഫോൺ ഇങ്ങനെ കമഴ്ന്നിരിക്കുകയാണ്. അന്നേരം ഫോൺ എന്ന് പറയുമ്പോൾ ശാലിനി ആകെ എന്തോ ടെൻഷനിലാണ്, ശാലിനി ഫോൺ എടുക്കുന്നില്ല. തുടർന്നും ശ്യാമ വീണ്ടും വിളിക്കുമ്പോൾ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ശ്യാമയാണെന്ന് കാണുകയാണ്. തുടർന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം എന്താ ശ്യാമയെന്ന് പറയുമ്പോൾ ഞാൻ ഒളിച്ചും പാത്തുമൊക്കെ വിളിക്കുന്ന കുഞ്ഞേച്ചിക്ക് എന്താ ഫോൺ എടുത്താലെന്ന് പറഞ്ഞ് ശ്യാമ ആദ്യം കുറച്ച് സങ്കടപ്പെടുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ, വിഷ്ണുട്ടൻ്റെ വിവാഹം ആലോചിക്കുകയാണെന്ന് പറയുമ്പോൾ അത് പുതിയ അറിവല്ലല്ലോ എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം എപ്പോഴത്തെയും പോലെയല്ല, ഇപ്പോൾ എന്തെങ്കിലും നടത്തുമെന്ന് തന്നെയാണ് സത്യാമ്മ നിശ്ചയിച്ച് വച്ചിരിക്കുന്നത്, വിഷ്ണുട്ടൻ്റെ സമയം കൊടുത്തതാണല്ലോ, പക്ഷേ കുഞ്ഞേച്ചി ആണെങ്കിൽ പിടി കൊടുത്തില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ എൻ്റേതായി കുറ്റമല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും അല്ല കുഞ്ഞേച്ചി എന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ നീ ഒന്നും പറയണ്ട, എങ്ങനെയായാലും നിൻ്റെ ജീവിതം സേഫ് ആയിരിക്കണം, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വരില്ല, എനിക്ക് എൻ്റേതായ തീരുമാനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ശ്യാമ പിന്നീട് ഹലോ എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമിക്കുന്നുണ്ട്. പക്ഷേ ശാലിനി എന്തോ ഒരു ടെൻഷനിലങ്ങ് ഇരിക്കുകയാണ്. തുടർന്ന് അനുപല്ലവി ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ വഴിയിൽ ഒരു കാർ നിർത്തിയിട്ടിട്ട് ഒരു ആളിങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന ശാലിനി കാണുകയാണ്. രാമേട്ട വണ്ടി നിർത്തുമെന്ന് പറയുമ്പോൾ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് നിർത്തുകയാണ്. ശാലിനി കാറിൽ നിന്ന് ഇറങ്ങി ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. തുടർന്ന് ദേവാന്നിങ്ങനെ വിളിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ്. അന്നേരം ശാലിനിയുടെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അന്നേരം എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ പ്ലസൻറ്റ് സർപ്രൈസ് എന്നൊക്കെ ഈ ദേവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ, ഞാൻ ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരികെ മധുരയിൽ നിന്നും വരുമ്പോൾ തിരുവനന്തപുരത്തേക്കാണ് ട്രാൻസ്ഫർ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, പിന്നെ എന്താ ഒരു കള്ള ലക്ഷണമെന്നും പറഞ്ഞ് വയറിലേക്ക് ഇങ്ങനെ ഒരു കൊട്ട് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ഇതൊക്കെ ശാലിനിയുടെ പി ആണെങ്കിൽ അനുപല്ലവി കാറിൽ നിന്നിറങ്ങി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശാലിനി വളരെ സന്തോഷത്തോടു കൂടി ഈ ആളുമായിട്ട് ഇടപഴകുന്നത് കണ്ടിട്ട്. തുടർന്ന് ഇവിടെ വന്നിട്ട് നിനക്ക് എന്താ ഒരു വശപ്പശക്, എന്നെ കാണാതെ മുങ്ങാനായിട്ട് എന്താ പരിപാടി, ഇനി പഴയ ഗജരാജമുത്തോ കാമുകിമാരോ ആരെങ്കിലും ഉണ്ടോ, വെള്ളിമുങ്ങ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും ഇല്ല എന്ന് പറയുകയാണ്. തുടർന്ന് പിന്നെന്താ ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാമല്ലോ, പിന്നെ എന്നെ കാണാതെ പോകാനുള്ള കാരണം എന്താണെന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോൾ അതൊരു
ഒരു കോക്ടെയിൽ പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, ഓ 2 വീശിയിട്ടുണ്ടല്ലേ, അതാണ് വരാഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ, അത് ഞാൻ കണ്ടിട്ടേ പോകുമായിരുന്നുള്ളൂ, വേറെ ഒരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു, ഇവിടെ സ്റ്റേ ആണ്, ഇന്ന് പോയില്ല എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം വേണ്ട, ഞാൻ ശാരദാമ്മയെ കാണാനായിട്ട് പിന്നീട് ഒരു ദിവസം വരുന്നുണ്ട്, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ശാലിനിയോട് ചോദിക്കുമ്പോൾ, കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ പിടച്ചിലില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി ആകെ വിഷമിക്കുകയാണ്. അന്നേരം അതൊക്കെ ശരിയാവും, ഈ ദേവനല്ലേ പറയുന്നതെന്ന് പറയുകയാണ്. തുടർന്ന് കണ്ടിട്ടേ പോകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതെ കണ്ടിട്ടേ പോകൂ എന്നൊക്കെ ഈ ദേവൻ പറയുകയാണ്. അന്നേരം ഇതൊക്കെ അനുപല്ലവി ദൂരെ കാറിനടുത്ത് നിന്ന് കണ്ടിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ശാലിനിയാണെങ്കിൽ അനുപല്ലവി കാണുന്നില്ല. തുടർന്ന് എല്ലാം ഒക്കെ പറഞ്ഞ് ഒരു ഞങ്ങളിൽ നല്ല കാഷ്വൽ നല്ല കൂളായിട്ട് സംസാരിക്കുന്നുണ്ട് ശാലിനി. ഇതൊക്കെ അനുപല്ലവി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശരിയെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയെ കാണാനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് ശാലിനി പെട്ടെന്ന് ശാലിനിയോട് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് തിരിയുമ്പോൾ അനുപല്ലവിയെ കാണുകയാണ്. പക്ഷേ ശാലിനി അനുപല്ലവിയെ ശ്രദ്ധിക്കുന്നില്ല. ദേവനോട് ഒന്നുകൂടി തലകുലുക്കി പോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് തിരിച്ച് കാറിലേക്കും കയറി പോവുകയാണ്. അന്നേരം ശാലിനി പോകുന്നതൊക്കെ അനുപല്ലവിയില്ല ദേവൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അനുപല്ലവി അവിടെ തന്നെ നിൽക്കുകയാണ് ദേവൻ്റെ അടുത്ത്. അന്നേരം അനുപല്ലവിയെ ദേവൻ ഇങ്ങനെ നോക്കുകയാണ്. എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അനുപല്ലവി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ്. തുടർന്ന് ദേവനാണെങ്കിൽ അനുപല്ലവി നോക്കി കണ്ണിറക്കി കാണിക്കുകയാണ്. അന്നേരം അനുപല്ലവി ഒന്നും അന്തം വിടുന്നുണ്ട്. തുടർന്ന് ദേവൻ ഒന്നുകൂടി കണ്ണിറക്കി കാണിക്കുകയാണ്. തുടർന്ന് അനുപല്ലവി പെട്ടെന്ന് കാർ കയറാൻ എത്തവും തിരിച്ച് ദേവനെ നോക്കുന്നുണ്ട്. അതിനുശേഷം അവരങ്ങ് പോവുകയാണ്. ദേവൻ അവർ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ പുതിയ കഥാപാത്രത്തിൻ്റെ എൻട്രി എന്നാണ് എന്നുള്ളതൊക്കെ പിന്നീട് പറയും. തുടർന്ന് കാറിലിരുന്ന് അനുപല്ലവി ചോദിക്കുന്നുണ്ട്, ആരാ മാഡം ഈ പുതിയ കഥാപാത്രം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, പുതിയതൊന്നുമല്ല, പഴയ കഥാപാത്രം തന്നെയാണ്, എത്താൻ ഇത്തിരി വൈകിയെന്നേ ഉള്ളൂ, പക്ഷേ എത്തിയത് കറക്റ്റ് സമയത്താണ് എത്തിയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അനുപല്ലവിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ കാണിച്ച് രാത്രി സമയത്താണ് ശാലിനി തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാണിച്ചതൊക്കെ. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ ഹോട്ടലാണ് കാണിക്കുന്നത്. ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ പതിയെ നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശാന്തയും ശാരദാമ്മയും ഒക്കെ ഉണ്ട്. അന്നേരം ക്യാഷ് കൗണ്ടറിലെ കസേര ചൂണ്ടി കാണിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുക ഗോപാലേട്ടാന്ന് പറയുകയാണ്. അന്നേരം അത് വേണ്ടാന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ, ഇപ്പം നടക്കാമെന്നൊക്കെ ആയിട്ടുണ്ടല്ലോ, കുറച്ചൊക്കെ നടക്കണം, അകത്ത് തന്നെ ഇരുന്ന ആളും ബഹളവും ഒന്നും കാണാത്തത് കൊണ്ടാണ് പകുതി അസുഖവും മാറാത്തത്, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ ആ കസേരയിലേക്ക് ഇരുത്തുകയാണ്. അന്നേരം ശാന്തയ്ക്കും ശാരദാമ്മയ്ക്കുമൊക്കെ സന്തോഷമാവുന്നുണ്ട്. ഈ സമയത്ത് കുടുംബശ്രീ ഹോട്ടലിലേക്ക് പപ്പി മോള് വരികയാണ്. പപ്പി മോള് വന്നിങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ വിഷ്ണുവിന് കല്യാണാലോചനയുമായി വിജയകുമാർ പോകും. അത് ഏകദേശം പെണ്ണ് കാണലും ഉറപ്പിക്കലും അങ്ങേയറ്റം വരെ പോകുമായിരിക്കും. പിന്നീട് ഈ ദേവനും ശാലിനിയും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്